എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ കൈഡോട് തീർത്തു പറയും, നിന്നെ കൊണ്ട് ഒരു കാരണവശാലും ഇനി എന്നെ തോൽപ്പിക്കാനാവില്ല. എൻ്റെ ടീം റൈസ് എല്ലാവരും കട്ടയ്ക്ക് എന്നോടൊപ്പം ഉണ്ട്. മാത്രമല്ല എൻ്റെ ഫിഫ്ത്ത് ഗിയർ അത് നിന്റെ മരണത്തിനുള്ള ഗിയറാണ്. എന്നെ കൊന്നു തള്ളുക എന്നത് എൻ്റെ വെറും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. എൻ്റെ ലക്ഷ്യം അത് കിങ്ങായി മാറുക, ആ ലാസ്റ്റ് ഐലാൻഡിലേക്ക് എത്തുക എന്നതാണെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ നമ്മുടെ കൈഡോ അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ആണെങ്കിൽ പതിയെ പതിയെ ഓർത്തെടുക്കുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്തത്, അതിനുശേഷം ഒരു നേവി ഓഫീസർ ആളിടയിൽ വന്ന് ആഞ്ഞടിച്ചത്, അതിനുശേഷം അവന്റെ ഫിഫ്ത്ത് ഗിയർ അത് അവേക്കനായി അവൻ കൈഡോയ്ക്ക് നേരെ തിരിഞ്ഞത്, കൈഡോ അവനെ വിഴുങ്ങിയത്, വയറിനുള്ളില് ലൂഫി അച്ചറം പൊച്ചറ ആഞ്ഞിടിച്ചത്, അവന്റെ വയറ് വീർപ്പിച്ചത്, അതിനുശേഷം ഇതിലൂടെ കൈ കടത്തിവിട്ട് അവന്റെ വാ പിടിച്ച് വലിച്ച് അതിലൂടെ പുറത്തേക്ക് വന്നത്, പിന്നീട് ഫുൾ പവർ എടുത്ത് കറങ്ങി കറങ്ങി തലയ്ക്ക് ആഞ്ഞടിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കൈഡോയ്ക്ക് ഓർമ്മ വരും. കൈഡോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെററായിട്ട് പല്ല് കടിച്ച് അങ്ങനെ ലൂഫിയെ തന്നെ നോക്കും. കൈഡോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ നഷ്ടം വളരെ വലുതാണ്. അവന്റെ പവർഫുൾ ആയിരുന്ന 3 പേരെയാണ് നഷ്ടപ്പെട്ടത്. ആദ്യമായിട്ട് ജാക്കിനെ ഇല്ലാതാക്കിയത് ഡോഗ് സ്റ്റോമാണ്. അതിനുശേഷം നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ക്വീനെ ഇല്ലാതാക്കി. അവസാനമായിട്ട് ടെറർ പവറുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്ന കിങ്ങിനെ സോറോയും ഇല്ലാതാക്കി. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ നിന്റെ ആൾക്കാരും ചേർന്ന് എന്നെയും എൻ്റെ ആൾക്കാരെ എല്ലാവരെയും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം നീ മറക്കാൻ പാടില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും നീ എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും മരിക്കാന്ന് പറഞ്ഞ് കൈഡോ വീണ്ടും ലൂഫിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കൈഡോയുടെ എല്ലാ പഞ്ചും ലൂഫി ആണെങ്കിൽ ഈസി ആയിട്ട് തട്ടിമാറ്റും. അതേസമയം കാസ്റ്റിലും ആ സ്ഥലവും എല്ലാം തന്നെ ഫോഴ്സിൽ അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ കുറിച്ചോ അവന്റെ സോൾജിയേഴ്സിനെ കുറിച്ചോ ചിന്തിക്കില്ല. അവൻ ലൂഫിയോട് പറയും, നീ അത് കാണുന്നില്ലേ, കാസ്റ്റിൽ കത്തി എരിയാണ്. ഫ്രണ്ട്സും ടീംമേറ്റ്സും സപ്പോർട്ടേഴ്സും എല്ലാവരും അവിടെയാണുള്ളത്. അവർ നിനക്ക് രക്ഷിക്കാനായിട്ട് കഴിയോ? ലൂഫി ആണെങ്കിൽ അതിന് സിമ്പിളായിട്ട് പറയും, എനിക്ക് അവരെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും ഇല്ല. കാരണം നിന്റെ അസിസ്റ്റൻസിനെ പോലെ അവർ വിട്ടികളല്ല. അവരെ രക്ഷിക്കാനും അവരെ സേവ് ചെയ്യാനുള്ള പവർ അത് അവർക്കുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പം മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവും. ദൂരേക്ക് പോകും തോറും ലൂഫി അവൻ ലൈറ്റ്നിങ് കാണുകയാണ്. ലൈറ്റ്നിങ് കാണേണ്ട താമസം അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. ഇവിടെ കൈഡോ ആണെങ്കിൽ അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ തുറന്ന് കണ്ണൊക്കെ തള്ളി ലൂഫിയെ തന്നെ നോക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ കാസ്റ്റിലിന്റെ ഇൻസൈഡ് കാണിക്കും. അവിടെയാണെങ്കിൽ തീ അങ്ങനെ കത്തി എരിയാണ്. ചോപ്പർ ആണെങ്കിൽ ടെൻസ്ഡായി നമ്മുടെ ആൾക്കാരുടെ പേരുകൾ അതൊന്നൊന്നായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങും. നാമിയും വയലറ്റ് പെണ്ണും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. അവരെ കാണുമ്പോൾ ചോപ്പറിന് ഭയങ്കര സമാധാനം. പക്ഷെ അടുത്ത നിമിഷം അവനാണെങ്കിൽ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. കാരണം സോറോയെയും ജിംബയെയും ഫ്രാങ്കിയെയും അങ്ങനെ ആരെയും കാണാനില്ല. കാസ്റ്റിലാണെങ്കിൽ നല്ല ഫോഴ്സിൽ കത്തി എരിയാണ്. എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ആമയാണെങ്കിൽ ഉടനെ ചോപ്പറിനെ ആശ്വസിപ്പിക്കും. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ ആ ക്ലൗഡ് പവറിനോട് ചോദിക്കും, നിന്നെ കൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ കഴിയോ? ആ ഫോഴ്സിൽ മഴ പെയ്യിപ്പിക്കുകയാണെങ്കിൽ കാസ്റ്റിലുള്ള തീയ് അത് നമുക്ക് അണയ്ക്കാനായിട്ട് കഴിയില്ലേ? അതിന് അവനാണെങ്കിൽ അല്പനേരം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അയ്യോ ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഇവിടുത്തെ ഫയർ വളരെ ഹ്യൂജ് ആണ്. അതിന്റെ അടുത്തേക്ക് ഞാൻ പോയി മഴ പെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ ഫയർ അത് എന്നെ കൂടെ സ്വാളോ ചെയ്യുന്നു പറയും. പെണ്ണാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മുടെ ആൾക്കാർക്ക് ഒന്നും സംഭവിക്കില്ല. ലൂഫി ഇത്രയും വേഗം കൈഡോയെ അടിച്ച് തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി ഇവിടേക്ക് എത്തും. അതിനുശേഷം പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ആർക്കും ഒന്നും സംഭവിക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലോഡ് അസിസ്റ്റൻസ് അവരാണെങ്കിൽ ആ ഫയറിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ കരടിക്കാണെങ്കിൽ ഫയറിൽ ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴായിരിക്കും അവർ ബ്രൂക്കിനെ കണ്ട് പേടിക്കുക. ഏതോ ഒരാൾ തേയിലപ്പെട്ട് കത്തിക്കരിഞ്ഞ് അസ്ഥികൂടമായി മാറിയതാണെന്നായിരിക്കും അവർക്ക് തോന്നുക. മറ്റൊരു ഭാഗത്ത് ജിംബൈ അവനാണെങ്കിൽ റൈസോയെ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. റൈസോ ആണെങ്കിൽ ജിംബയെ സമാധാനിപ്പിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എൻ്റെ നിഞ്ചിപ്സു അതുപയോഗിച്ച് ഈ ഫയർ മുഴുവൻ എനിക്ക് അണയ്ക്കാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഔറഗഷിമ ഐലാൻഡ് കാണിക്കുകയാണ്. അതാണെങ്കിൽ തീ കത്തി എരിഞ്ഞ് കുറേശ്ശെയായിട്ട് തകരാനായിട്ട് തുടങ്ങും. അത് സാഞ്ചിയാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. അവൻ ഓരോ ഭാഗത്തേക്ക് നോക്കും, രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. പക്ഷെ അവർക്ക് ചുറ്റും തീ അങ്ങനെ കത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സ്പേസും അവിടെ നിന്ന് ലഭിക്കില്ല. ഇവിടെ ആ ഹപ്പോംസിനാണെങ്കിൽ കൺട്രോൾ പോവും. അവൻ്റെ അസിസ്റ്റൻസ് ആയിരുന്ന ആ 3 ജയൻസിനോട് ദേഷ്യപ്പെടും, നിങ്ങളിത് കാണുന്നില്ലേ, ഇവിടെ തീ കത്തി അമരുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളും നിങ്ങളുടെ ടീം ക്യാപ്റ്റനായ ഞാനും കത്തിക്കരിഞ്ഞില്ലാതാവും. സോ എത്രയും വേഗം ആ മതില് അത് തല്ലി പൊളിക്കാനായിട്ട് അവനാണെങ്കിൽ അതിലൊരു ജയന്റിനോട് പറയും. ആ ജയന്റിനാണെങ്കിൽ ഓൾറെഡി ബോഡി മുഴുവൻ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അവൻ്റെ കയ്യിലൂടെ ചോരയൊക്കെ തുളുമ്പി നിൽക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ അത് തകർക്കാനായിട്ട് കഴിയുമെന്ന് ഭയങ്കരമായിട്ട് സംശയം.
ഹപ്പോംസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ജയന്റിനെ ചീത്ത വിളിക്കും. വെറും ഒരു ചുമര് പോലും നിന്നെ കൊണ്ട് തകർക്കാൻ കഴിയില്ലേ? അതിൽ കൺട്രോൾ പോയ ആ ഒരു ആണെങ്കിൽ ഹപ്പോംസിനോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇത് കാണുന്നില്ലേ? എന്റെ ബോഡി മുഴുവൻ പരുക്കാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് അവനാണെങ്കിൽ ആ ജിറാഫി തലേന്റെ ബോഡിയിൽ ഒക്കിക്കുകയും കിന്നിനെ സേഫാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചുറ്റുമാണെങ്കിൽ തീ കത്തി പടരാണ്. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം മുകളിലെ ഫ്ലോർ ആ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ജിറാഫി ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, പ്ലീസ് നിങ്ങൾ ആ സ്ട്രോ ഹാറ്റ് ടീമിലെ ഒരു മെമ്പർ അല്ലേ, എന്തെങ്കിലും പ്രയോഗിച്ച് ഈ തീ അണച്ച് നമുക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കണം. എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരെ നമുക്ക് സേവ് ചെയ്യണം. അതിന് ഉസോപ്പ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള സീഡ് ഉപയോഗിച്ച് വാട്ടർ റിജക്ട് ചെയ്യുന്ന വലിയൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലവർ ആണെങ്കിൽ ഒരുപാട് വാട്ടർ പുറത്തേക്ക് ഇജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഫയർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഞൊട്ടിയ ഇടയിൽ ആ ഫയർ ആ ഒരു ഫ്ലവർ മുഴുവനായിട്ടും കത്തി എരിച്ച് കളയാണ്. അത് കണ്ട് ഉസോപ്പ് ഷോക്കാവും. ജിറാഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്ലീസ് എന്തെങ്കിലും അടുത്തായിട്ട് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തേയിൽപ്പെട്ട് മരിക്കും. ഈ സമയം മറ്റൊരു ഭാഗത്ത് സോറോയെ ഫ്രാങ്കി അവൻ ഒരു വിധത്തിൽ സേവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ചുറ്റും മുഴുവൻ ഫയർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വില കൊടുത്തും സോറോയെ രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഫ്രാങ്കി ആണെങ്കിൽ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. ഉടനെ വഴിയിലുണ്ടായിരുന്ന കുറെ സോൾജിയേഴ്സ് ആണെങ്കിൽ ഫ്രാങ്കിയോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യണം. അതിന് ഫ്രാങ്കി പറയും, എനിക്ക് പറ്റില്ല, എനിക്ക് ആരോഗ്യമില്ല, നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോകും. 3rd ഫ്ലോറിൽ മിൻസുകൾ അവരാണെങ്കിൽ ആ ഒരു ഫ്ലോറിന്റെ എഡ്ജിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അപമാനം. ഫൈറ്റ് ചെയ്യാതെ ഇപ്പോൾ ഫയർ പിടിച്ച് അവർ മരിക്കാൻ പോവാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ റൈസോ ആണെങ്കിൽ ജിംബയോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫ് അത് സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഫയർ മുഴുവൻ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ഓഡൻ കാസ്റ്റിനെ കുറിച്ച് ആലോചിക്കും. ഓഡൻ കാസ്റ്റിൽ അത് കത്തി എറിഞ്ഞ സമയത്ത് അവനെ കൊണ്ട് ഈ ഒരു കെഞ്ചിപ്സു അത് യൂസ് ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു. അന്നത് അവൻ അറിയുമായിരുന്നെങ്കിൽ ആ കാസ്റ്റിൽ സേവ് ചെയ്യാൻ പറ്റിയേനെ. അത്തരത്തിലൊരു നിസ്സഹായ അവസ്ഥ എനിക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോൾ കാര്യമായിട്ട് അവൻ്റെ നെഞ്ചിപ്സു അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സോ ഐലാൻഡിലെ ആന അതെങ്ങനെയാണ് വാട്ടർ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രോള് അതങ്ങനെ തുറന്നു വിടുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം അത് പുറത്തേക്ക് വന്ന് ആ തീയെല്ലാം അണയ്ക്കാൻ ശ്രമിക്കും. ജിംബൈക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ജിംബൈ ഒരു ഫിഷ്മാൻ ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് വെള്ളം കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ജിംബൈ ആണെങ്കിൽ ആ ഒരു വെള്ളം കൺട്രോൾ ചെയ്ത് എല്ലാ ഫ്ലോറിലേക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടുകയാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം വെള്ളം വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ തീ അത് മുഴുവനായിട്ട് അണയ്ക്കാൻ കഴിയില്ല. സോ ജിംബൈ അവൻ വളരെ കൃത്യമായിട്ട് എല്ലാ ഫ്ലോറിലെയും തീ അത് അണയ്ക്കാൻ പറ്റും വിധം ഇപ്പോൾ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് അങ്ങനെ ഓരോ ഭാഗത്തേക്കും ജിംബൈ വെള്ളം ഡൈവേർട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ യമട്ടോയെ കാണിക്കും. അവളാണെങ്കിൽ മൊമന്റോസ്കിയുടെ മീശയെ പിടിച്ച് വലിക്കുകയാണ്. കമോൺ നീ ഇനിയും വിറച്ചിരുന്ന നമുക്ക് ഒറുഗഷിമയെയും അതുപോലത്തെ ക്യാപിറ്റലിനെയും സേവ് ചെയ്യാനായിട്ട് കഴിയില്ല. ലൂഫി ഇപ്പൊ കൈഡോയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറ്റിയ അവസരം. നീ നിന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഒറുഗഷിമ ഐലാൻഡ് അത് പുള്ള് ചെയ്ത് കൊണ്ടുപോകണം. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. മുകളിലേക്ക് പോയ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ലൈറ്റ്നിങ് അത് ഹോൾഡ് ചെയ്ത് കൈഡോയ്ക്ക് നേരെ ഫോഴ്സിൽ പാഞ്ഞടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.